ഇനി നമ്മൾക്ക് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ കൂടുതലായി അറിയേണ്ടതുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ വിവരങ്ങളും ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്നുണ്ട്. കേരളത്തിന്റെ മുഴുവൻ ഒരു ചിത്രം ആദ്യം അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഷീജയാണ് ചേരുന്നത്. ഷീജ, ഇന്ന് വിധി അറിയാൻ പോവുകയാണ്. സംസ്ഥാനം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണിക്കൂറുകൾ. എങ്ങനെയാണ് എല്ലായിടത്തെയും തയ്യാറെടുപ്പുകൾ? എനിക്ക് തോന്നുന്നു സ്റ്റോർ റൂം ഒക്കെ തിരുവനന്തപുരത്ത് തുറന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ? തീർച്ചയായും പ്രിയ, ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള നടപടികൾ ഇവിടെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി 20 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 20 മണ്ഡലങ്ങൾക്ക് വേണ്ടി 20 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. കൃത്യം എല്ലായിടത്തും 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതായിരിക്കും. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന നാലാഞ്ചിറയിലെ മാർവേനസ് ക്യാമ്പസിനുള്ളിലാണ്. ഈ 2 മണ്ഡലങ്ങൾക്കും ഉള്ള വോട്ടെണ്ണൽ കേന്ദ്രം സജ്ജമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇവിടെ കൃത്യമായ രീതിയിൽ ഇപ്പോൾ തന്നെ സ്ട്രോങ് റൂം തുറന്നിട്ടുണ്ട്. അതിനുശേഷം ഇനിയുള്ള നടപടികൾ എന്ന് പറയുന്നത് കൃത്യം 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുന്നതായിരിക്കും. അതിനുശേഷം 8:30 ആയിരിക്കും EVM മെഷീനുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുക. ആ രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 8:15 തന്നെ ആദ്യ ഫല സൂചനകൾ നമുക്ക് നൽകി തുടങ്ങാൻ സാധിക്കുന്നതാണ്. വിഷ്ണു സൂചിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി പറയാനുള്ളത്, കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ദേശീയ തലത്തിൽ നിന്നും ഏറെ മാറിയ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാ മുന്നണികളും വെച്ചു പുലർത്തുന്നത്. 2019 നിന്നും വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. LDFന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അതേസമയം 2019 ആവർത്തിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് നിലവിൽ UDFനുള്ളത്. പക്ഷേ UDF ക്യാമ്പിന് ആ രീതിയിൽ ആത്മവിശ്വാസം ഇപ്പോഴും പലർക്കും ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന് BJPയുടേതാണ്. അത് എക്സിറ്റ് പോളുകളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നടപടിയാണ്. എക്സിറ്റ് പോളുകളുടെ മാത്രം ആശ്രയിച്ചാണ് BJP മുന്നോട്ട് പോകുന്നതെന്നും കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും എല്ലായിടത്തും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മുന്നണികളിലും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതും ചർച്ചയാകുന്നതും എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും ഇത് നിലവിൽ കൗണ്ടിംഗ് സെന്ററുകളെല്ലാം കൃത്യമായ രീതിയിൽ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാ ക്രമീകരണങ്ങളും കൃത്യമായ രീതിയിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ റഹീം MP അടക്കം ഉണ്ട്. എങ്ങനെയാണ് ഈ അവസാന ഘട്ടത്തിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്? വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നല്ല നേട്ടമായിരിക്കും ഉണ്ടാവുക. നമ്മുടെ കാൽക്കുലേഷനിൽ നിന്ന് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഈ എക്സിറ്റ് പോളുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകളുണ്ടോ? എക്സിറ്റ് പോളുകളിൽ ഒരു ആശങ്കയില്ല. എക്സിറ്റ് പോളുകളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന ഏജൻസികളുടെ ശാസ്ത്രീയതയുടെ പ്രശ്നമുണ്ട്, ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമുണ്ട്, മാധ്യമ സ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രശ്നമുണ്ട്. പലപ്പോഴും എക്സിറ്റ് പോളുകൾ ഞങ്ങൾക്ക് അനുകൂലമായി വന്നപ്പോഴും പ്രതികൂലമായി വന്നപ്പോഴും അതിനെ ഞങ്ങൾ നെവർ മൈൻഡിലാണ് കണ്ടിട്ടുള്ളത്. അതിനൊരു വലിയ പ്രാധാന്യത്തോടെയല്ല ഒരിക്കലും കണ്ടിട്ടുള്ളത്. ടെലിവിഷൻ ചാനലുകളിലെ ഒട്ടനവധി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാം മാത്രമാണത്. അതവരുടെ റേറ്റിംഗുമായെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഏർപ്പാട് മാത്രമാണ്. ഇപ്പോൾ ഇന്ത്യ പൊളിറ്റിക്കൽ അലയൻസ് തന്നെ ഡൽഹിയിൽ എക്സിറ്റ് പോളിന് മുമ്പ് തന്നെ അത്തരമൊരു സമീപനം എടുത്തത്. എക്സിറ്റ് പോൾ ഏതോ ആയിക്കൊള്ളട്ടെ എന്നുള്ള നിലപാടാണ് എടുത്തത്. പഴയകാല എക്സിറ്റ് പോളുകളുടെ ചരിത്രം തന്നെ നോക്കിയാൽ മതിയാകും. 2021 ഇപ്പോൾ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുന്ന ശ്രീ വി ജോയി വർക്കലയിൽ വലിയ വ്യത്യാസത്തിൽ തോറ്റുപോകുമെന്നായിരുന്നു മലയാള മനോരമയുടെ എക്സിറ്റ് പോൾ. വലിയ വ്യത്യാസത്തിൽ തോക്കുമെന്നായിരുന്നു. ജോയി ജയിച്ചു എന്ന് മാത്രമല്ല, ആകെ പോൾ ചെയ്തതിൻ്റെ പകുതിയിലധികം വോട്ട് നേടിയിട്ടാണ് വി ജോയി ജയിക്കുന്നത്. അപ്പോൾ യാതൊരു ബന്ധവുമില്ലാത്ത നിലയിലായിരുന്നു. ആരെല്ലാമാണ് PM മുഹമ്മദ് റിയാസ് തോറ്റുപോകുമെന്ന് പറഞ്ഞു, KT ജലീൽ തോൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം തന്നെ വി അബ്ദുറഹ്മാൻ തോക്കുമെന്ന് പറഞ്ഞു. അവർ തോക്കുമെന്ന് പറഞ്ഞവരൊക്കെ പലരും ഇപ്പോൾ മന്ത്രിമാരാണ്. അപ്പോൾ അതിൽ കാര്യമില്ല. ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അതിനകത്ത് വർക്കൗട്ട് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ഇടനിലക്കാരുമില്ലാതെ ജനങ്ങളോടാണ് ഞങ്ങൾ ഇടപെട്ടിട്ടുള്ളത്. ഏറ്റവും ശരിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനത്തിന് എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ ചിട്ടയായ പ്രവർത്തനം, കാലേ കൂട്ടി സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ ഫീൽഡ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് പോയി വളരെ കൃത്യമായി ഞങ്ങൾ പ്രവർത്തിച്ചു. അതിൻ്റെ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്കാണ് ഞങ്ങളുടെ എക്സിറ്റ് പോൾ. അപ്പോൾ ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് നല്ല പോസിറ്റീവായൊരു അനുഭവമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ മികച്ച സ്ഥാനാർത്ഥിമാരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഗുണകരമായി മാറും. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിൽ നിലവിൽ സിറ്റിംഗ് MP ക്കെതിരെയും ഈ പറഞ്ഞ ഘടകങ്ങൾക്കെല്ലാം പുറമെ
സിറ്റിംഗ് എം പിക്കെതിരെയും ശക്തമായ വികാരം ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നല്ല വ്യത്യാസത്തിൽ, നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. ഇനിയിപ്പോൾ മിനിറ്റുകൾ മാത്രം മതി കൗണ്ടിങ് ആരംഭിക്കാൻ. ഞങ്ങളെല്ലാം നല്ല പ്രതീക്ഷയിലാണ്. തീർച്ചയായും അത് തന്നെയാണ് പ്രിയ. ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഈ പറയുന്നത് പോലെ തന്നെ 2019 നിന്നും മാറിയ ഒരു സാഹചര്യം തന്നെയായിരിക്കും കേരളത്തിൽ ഇത്തവണത്തെ ഫലം എന്നുള്ളത് തന്നെയാണ് മുന്നണികൾ പ്രധാനമായും LDF മുന്നോട്ട് വയ്ക്കുന്നതും. പ്രിയ, ഷിജ, നമുക്ക് ആറ്റിങ്ങലിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അവിടെ എങ്ങനെയാണ് തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? അവിടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഒരു കാര്യങ്ങൾ അത് ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ്, അല്ലെങ്കിൽ ആകാംക്ഷയോടെ തന്നെയാണ് നമ്മളൊക്കെയും കാത്തിരിക്കുന്നത്. അവിടുത്തെ വിവരങ്ങൾ കൂടി എങ്ങനെയാണ്? പ്രിയ, ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇടതിനൊപ്പം നിൽക്കുന്ന ഒരു പൊതു സ്വഭാവമാണ് ആറ്റിങ്ങൽ മണ്ഡലം പ്രധാനമായും പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി 2019 ആറ്റിങ്ങൽ മണ്ഡലം LDFൽ നിന്നും UDF പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ നിലവിൽ ഇത്തവണത്തേത് എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. നേരത്തെ A റഹീം MP സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തവണത്തെ സാഹചര്യം തീർത്തും വ്യത്യസ്തമാണ്. ആറ്റിങ്ങലിൽ അവിടുത്തെ നിലവിലെ MPക്കെതിരെ ശക്തമായിട്ടുള്ള വികാരം നിലനിൽക്കുന്നുണ്ട്. അവിടെ കാര്യമായ രീതിയിൽ MP പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ്. പക്ഷേ LDFന് ഏറെ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അതിൽ ഉൾപ്പെടുന്നത് 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDFന്റെ ജനപ്രതിനിധികളാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ താഴെത്തട്ടിൽ വരെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ജനങ്ങളോട് ധരിപ്പിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ വർക്കല നിയമസഭാ മണ്ഡലത്തിലെ MLA കൂടിയാണ് വി ജോയ് എന്ന് പറയുന്നത്. LDFന്റെ സ്ഥാനാർത്ഥി വി ജോയ് എന്ന് പറയുന്നത് ആ രീതിയിൽ ജനങ്ങൾക്ക് കൂടുതൽ സുപരിചിതനാണ്. അതുകൊണ്ട് ഇത്തവണ അനുകൂല ഘടകങ്ങൾ കൂടുതലായും LDFനൊപ്പം നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നിലവിൽ LDFന്റെ ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയുമ്പോൾ UDFന്റെ വാദം എന്ന് പറയുന്നത് 2019 എന്താണോ സംഭവിച്ചത് അത് ആവർത്തിക്കും എന്നുള്ളതും BJP അവകാശപ്പെടുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും എന്നുള്ളതുമാണ്. ഏതായാലും ഇനി പറയുന്നത് പോലെ തന്നെ നിമിഷങ്ങൾ കഴിയുമ്പോൾ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതായിരിക്കും. അതിന്റെ ആദ്യ ഫലസൂചന വരുമ്പോൾ തന്നെ അതിന്റെ ട്രെൻഡും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ശരി ഷീജ.